ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ഇന്ന് ഏത്തപ്പഴം വെച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. വളരെ രുചികരവും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ സ്വാദിഷ്ടമായ വിഭവം ഉണ്ടാക്കുന്നതിന് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഒരു 25ഓളം കശുവണ്ടിയും കുറച്ച് ബദാമും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ഒന്ന് പൊടിച്ചു വെച്ചതാണ്. നല്ലവണ്ണം ഇളക്കി ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ച് ആ ഏത്തപ്പഴമൊക്കെ കൂടി ആ നെയ്യിൽ കിടന്നൊന്ന് വിളയിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തേങ്ങയൊക്കെ ഇതിലൊന്ന് പിടിക്കണം. ഇനി അതിലേക്ക് ഒരു 5 ഏലക്ക പൊടിച്ചത് ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ചൊരു മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇടുവാണ്. നല്ല മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല. ഇതിട്ട് ഇനി ആ പഞ്ചസാര ഒന്ന് അതിൽ അലിഞ്ഞ് ചേർന്ന് ഏത്തപ്പഴത്തിൽ പിടിച്ച് തേങ്ങയും എല്ലാം കൂടി യോജിച്ച് നമ്മുടെ ഏത്തപ്പഴം വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അതുപോലെ നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല സ്മെല്ലും നെയ്യുടെയും ഏലക്കയുടെയും ഒക്കെ കൂടിയുള്ള ആ സ്മെല്ലും എല്ലാം കൂടി നല്ല യമ്മി ആയിട്ടുള്ളൊരു ഫുഡാണ്. കഴിക്കാം. ഞാൻ എന്താ കുറച്ച് തേനൊഴിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി പഴുത്തു പോയ ഏത്തപ്പഴമൊന്നും വെറുതെ കളയരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.